നമസ്കാരം. കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായിട്ടാണ് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒന്നും അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നാണ്. നരേന്ദ്രമോദിയെ നിരന്തരം പാർലമെന്റിനകത്തും പുറത്തും വിമർശിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാതാവിനെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന്. നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയോ മാധ്യമമോ നിയമ നടപടി നേരിട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ക്യാമ്പസിന്റെ മുന്നിൽ ബാനർ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല ഈ ക്യാമ്പസ് എന്ന്. അതിന്റെ പേരിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിണറായിയുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് കേരളത്തിൽ സ്വൈര്യമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? കറുത്ത മുണ്ടോ ഷർട്ടോ ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സമ്മേളന വേദിയിൽ പോലും ചെല്ലുവാൻ സാധിക്കുമായിരുന്നില്ല. അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് പട്ടാള നിയമം നടപ്പിലാക്കി സകല വിമർശകരെയും പിടിച്ച് ജയിലിലടച്ച ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാർ പറയുകയാണ് നരേന്ദ്രമോദി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നെന്ന്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭാരതത്തിൽ ആദ്യമായിട്ട് കടിഞ്ഞാണിടുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 19-ാം അനുച്ഛേദം അതാണ് വ്യക്തികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും അഭിപ്രായം പ്രകടിപ്പിക്കുവാനുമുള്ള അവകാശം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 19 വ്യക്തികൾക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വെട്ടിക്കുറയ്ക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. അത് ജവഹർലാൽ നെഹ്റുവാണ് ചെയ്തത്. ഈ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷവും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അതൊരു ലിമിറ്റഡ് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞു നടക്കുന്നത് പോലെ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമല്ല നമ്മളുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്നത്. അതല്ല നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് പറയുവാനുള്ള അവകാശം നമ്മളുടെ ഭരണഘടന നമുക്ക് നൽകുന്നില്ല. ആർട്ടിക്കിൾ 19 ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്രകാരം ഒരു ഭരണഘടനാ ഭേദഗതി നെഹ്റു കൊണ്ടുവരുവാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ കാലത്തെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു റോമേഷ് ഥാപ്പർ. അദ്ദേഹം ക്രോസ് റോഡ്സ് എന്ന പേരിൽ ഒരു മാഗസിൻ നടത്തിയിരുന്നു. ഈ മാഗസിനിൽ നെഹ്റുവിന്റെ വിദേശ നയങ്ങളെക്കുറിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. അതോടെ അന്നത്തെ മദ്രാസിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഈ മാഗസിന്റെ പ്രചാരണം മദ്രാസ് പ്രോവിൻസിൽ നിരോധിച്ചു. ഇതിനെതിരെ ഥാപ്പർ സുപ്രീം കോടതിയിൽ പോയി. ഥാപ്പറിന് അനുകൂല വിധിയും സുപ്രീം കോടതി കൊടുത്തു. ആർട്ടിക്കിൾ 19 അനുസരിച്ച് ഥാപ്പർക്ക് സർക്കാരിനെ വിമർശിക്കാം, അദ്ദേഹത്തിന്റെ അഭിപ്രായവും പറയാം. ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുവാനാണ് നെഹ്റു ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് ആർട്ടിക്കിൾ 19 ഭേദഗതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധമാക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാം. അതിനെ ഞാനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതിയുടെ മറവിൽ നെഹ്റു തനിക്കെതിരെയുള്ള സകല വിമർശനങ്ങളെ നിയന്ത്രിച്ചു. അതൊരിക്കലും ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കുവാൻ സാധിക്കില്ല. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അതിന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. നെഹ്റുവിനെ വിമർശിച്ച് ഹിറ്റ്ലർ കാ ചേല എന്നൊരു കവിത എഴുതിയതിന്റെ പേരിൽ മജ്റൂ സുൽത്താൻപൂരി എന്ന പ്രശസ്തനായ മഹാരാഷ്ട്ര കവിയെ പിടിച്ച് ജയിലിലടച്ചു. അദ്ദേഹത്തിന് 1 കൊല്ലം ബോംബെയിലെ ആർത്തൂർ റോഡ് ജയിലിലിട്ടു. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലെ തോൽവിയെ വിമർശിച്ചുകൊണ്ട്, അതിൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് ധർമ്മപാൽ എന്ന പ്രശസ്തനായ ചരിത്രകാരൻ ലേഖനം എഴുതി. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. നെഹ്റുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിമർശിച്ച പുസ്തകങ്ങൾ, സിനിമകൾ, കവിതകൾ ഇതൊക്കെ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ലിസ്റ്റാണ്. ഒരു 10 ഞാനൊന്ന് വായിക്കാം. ബാക്കി നിങ്ങൾക്ക് തന്നെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. 1961 പുറത്തിറങ്ങിയ അമർ രഹേ ഹേ പ്യാർ എന്ന ഗാനം അത് നിരോധിച്ചു. ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ആദ്യം പിരിച്ചുവിട്ടത് നെഹ്റു ഗവൺമെന്റാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. സ്റ്റാൻലി വുഡ്പർട്ടിന്റെ 9 Hours to Rama ആ പുസ്തകം നിരോധിച്ചു. ദ ബുക്ക് ചന്ദ്രമോഹിനി നിരോധിച്ചു. ഓബ്രി മേനോന്റെ രാമ റീടോൾഡ് നിരോധിച്ചു. ഇതൊക്കെ പുസ്തകങ്ങളാണ്. അലക്സാണ്ടർ കേംഫിലിന്റെ ഹേർട്ട് ഓഫ് ഇന്ത്യ എന്ന പുസ്തകം നിരോധിച്ചു.
അർത്തൂർ കൊസ്റ്റ്ലറിന്റെ ലോട്ടസ് ആൻഡ് ദ റോബോട്ട് എന്ന പുസ്തകവും നിരോധിച്ചു. നമ്മുടെ വിദേശ നയത്തെ, അതായത് നെഹ്റു ഫോം ചെയ്ത വിദേശ നയങ്ങളെ വിമർശിച്ചിരുന്ന ധാരാളം വിദേശ പത്രങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇറക്കുമതി നിരോധിച്ചു. അസീസ് ബെഗിന്റെ ക്യാപ്റ്റീവ് കാശ്മീർ ആ പുസ്തകം നിരോധിച്ചു. കുൾട്ട് ഫിഷറിന്റെ ഐഷ ആ പുസ്തകവും നിരോധിച്ചു. ബെർട്രാൻഡ് റസലിന്റെ അൺആംഡ് വിക്ടറി അതും നിരോധിച്ചു. ഗോഡ്സെ, നഥുറാം ഗോഡ്സെ കോടതിയിൽ വായിച്ച സ്റ്റേറ്റ്മെന്റ്, വൈ ഐ കിൽഡ് ഗാന്ധി എന്ന ഗോഡ്സെയുടെ സ്റ്റേറ്റ്മെന്റ് അതും നിരോധിച്ചു. മർക്കെ ഇ സോമനാഥ് ആ പുസ്തകവും നിരോധിച്ചു. ലോറൻസിന്റെ ലേഡി ചാറ്റ്ലിയർ ലവർ എന്ന പുസ്തകവും നിരോധിച്ചു. ഇത് ലേഡി മൗണ്ട് ബാറ്റനും നെഹ്റുവും തമ്മിലുള്ള ലവ് അഫെയറിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. അതും നെഹ്റു നിരോധിച്ച പുസ്തകങ്ങളിലൊന്നാണ്. പിന്നെ വാട്ട് ഹാസ് റിലീജിയൻ ഡൺ ഫോർ മാൻകൈൻഡ് ആ പുസ്തകവും നിരോധിച്ചു. ഭൂപത് സിംഗ് എന്ന പുസ്തകം നിരോധിച്ചു. ഹേഗിന്റെ നേപ്പാൾ എന്ന പുസ്തകവും നിരോധിച്ചു. ഇതൊക്കെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.